നമസ്കാരം, ഞാൻ ഉമേഷ് വരവൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. ഡൽഹിയിൽ വീണ്ടും ആം ആദ്മി പാർട്ടി നേതാവ് അറസ്റ്റിൽ. ഓഖ്ല MLA അമാനത്തുള്ള ഖാനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ഡൽഹി വഖഫ് ബോർഡിലെ അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട കള്ളപ്പണ ഇടപാട് കേസിലാണ് നടപടി. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് അമാനത്തുള്ള ഖാൻ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായത്. 9.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ED അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ BJP കഴിയാവുന്നതെല്ലാം ചെയ്യുകയാണെന്ന് സഞ്ജയ് സിംഗ് MP ആരോപിച്ചു. അമാനത്തുള്ള ഖാന്റെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം. അരവിന്ദ് കെജ്രിവാൾ മധുരമുള്ള വസ്തുക്കൾ കഴിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂട്ടാൻ ശ്രമിക്കുകയാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിക്കാനുള്ള തന്ത്രമാണ് ഇതെന്നും ED ഡൽഹി കോടതിയിൽ വാദിച്ചു. ആരോപണം തള്ളിയ അരവിന്ദ് കെജ്രിവാൾ ജാമ്യ ഹർജി താൽക്കാലികമായി പിൻവലിച്ചു. അരവിന്ദ് കെജ്രിവാളിനെ കൊല്ലാൻ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ആം ആദ്മി പാർട്ടി ആരോപിച്ചു. മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. കെജ്രിവാൾ അമിതമായി മാമ്പഴങ്ങളും മിഠായികളും കഴിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർത്താനും ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജാമ്യം തരപ്പെടുത്താനുമാണ് കെജ്രിവാളിന്റെ ശ്രമമെന്ന് ED കോടതിയിൽ പറഞ്ഞു. EDയുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വാർത്തയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ കുറ്റപ്പെടുത്തി. തുടർന്ന് ജാമ്യ ഹർജി പിൻവലിച്ചു. പുതിയ അപേക്ഷ പിന്നീട് സമർപ്പിക്കുമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അറിയിച്ചു. പിന്നീട് മാധ്യമങ്ങളെ കണ്ട ഡൽഹി മന്ത്രി അതിഷി BJPക്കും EDക്കുമെതിരെ ഉന്നയിച്ചത് ഗുരുതര ആരോപണങ്ങൾ. दूसरा, आप अरविंद केजरीवाल जी के बार बार मांगने पर उनको इंसुलिन नहीं दे रहे हैं. उनका शुगर लेवल बढ़ता जा रहा है. आप उनको दवाई नहीं दे रहे हैं. क्यों? क्योंकि आप उनको मारने की साजिश कर रहे हैं. പ്രമേഹബാധിതനായ അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ ഇൻസുലിൻ നിഷേധിച്ചു. ഭക്ഷണരീതിയെക്കുറിച്ച് ED കോടതിയിൽ കള്ളം പറയുകയാണ്. വീട്ടിൽ നിന്നുള്ള ഭക്ഷണം കൂടി നിഷേധിച്ച് കെജ്രിവാളിനെ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും അതിഷി പറഞ്ഞു. 24 ഡൽഹി. പൂരാവേശത്തിൽ തൃശൂർ. ഡബിൾ ഹോസ് പൂരം പൊടിപൂരം സമർപ്പിക്കുന്നത് ഡബിൾ ഹോസ് ജാഗറി പൗഡർ. ആരോഗ്യം, സൗകര്യം, മാധുര്യം. പവേർഡ് ബൈ TT ദേവസി ജ്വല്ലേഴ്സ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. നാളെ തൃശൂർ പൂരം. നെയ്തലക്കാവ് ഭഗവതിയുടെ തിടംപേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ ഇന്ന് പൂരവിളംബരം നടത്തി. പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിടംപേറ്റു. ജനാരവത്തിന് നടുവിലൂടെ നെയ്ത്തലക്കാവമ്മയുടെ തിടംപേറ്റി എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നെത്തി. കയ്യുയർത്തിപ്പിടിച്ച് ആർപ്പു വിളിച്ച് ജനസാഗരം ഇരമ്പിയാർത്തു. വടക്കുന്നാഥനെ വണങ്ങി പൂരാനുമതി തേടി 12:15 തെക്കേ ഗോപുരനട തുറന്ന് എറണാകുളം ശിവകുമാർ എത്തിയത്. പിന്നീട് നിലപാട് തറയിലെത്തി ശക്തൻ തമ്പുരാന്റെ അനുമതി സങ്കൽപ്പിച്ച് 3 തവണ ശംഖൂതി പൂരവിളംബരം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവോടെ പൂരപ്രേമികളുടെ ആവേശം ഇരട്ടിയായി. ഫിറ്റ്നസ് ടെസ്റ്റ് പാസായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്നെയാകും ഇക്കുറിയും നെയ്ത്തലക്കാവമ്മയുടെ തിടംപേറ്റുക. രാവിലെ കണിമംഗലം ശാസ്താവ് വടക്കുന്നാഥന് മുന്നിൽ എഴുന്നള്ളുന്നതോടെ പൂരവരവ് ആരംഭിക്കും. പിന്നാലെ 36 മണിക്കൂർ നീളുന്ന പൂരവും. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സീറ്റുകളിലും നാളെ വോട്ടെടുപ്പ് നടക്കും. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. ഇതിനിടെ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഒരു മാസത്തിലേറെ നീണ്ട പ്രചാരണത്തിനൊടുവിൽ 17 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. തമിഴ്നാട് ഉൾപ്പെടെയുള്ള 10 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. തിരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗും സായുധസേനയുടെ സുരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. 102 മണ്ഡലങ്ങളാണ് ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തുക. രാജസ്ഥാനിൽ 12 സീറ്റുകളിലും UPയിൽ 8-ലും ബീഹാറിൽ 4-ലും ബംഗാളിൽ 3 സീറ്റുകളിലും നാളെയാണ് വോട്ടെടുപ്പ്.
പുതുച്ചേരിയും ലക്ഷദ്വീപും നാളെ വിധിയെഴുതും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, പൊൻ രാധാകൃഷ്ണൻ, ദേശീയ നേതാക്കളായ കനിമൊഴി, ദയാനിധി മാരൻ, കാർത്തി ചിദംബരം തുടങ്ങിയ പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. മുൻ ഗവർണർ തമിഴിസൈ സൗന്ദരരാജനും 11 കേന്ദ്രമന്ത്രിമാരും 5 മുൻ മുഖ്യമന്ത്രിമാരും നാളെ ജനവിധി തേടും. ഇതിനിടെ 4ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 10 സംസ്ഥാനങ്ങളിലെ 96 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ 25 വരെ നാമനിർദ്ദേശ പത്രിക നൽകാം. മെയ് 13-നാണ് വോട്ടെടുപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ചെന്നൈ. മഹാരാഷ്ട്രയിലെ മാവോയിസ്റ്റ് ബാധിത മേഖലയായ ഗഡ്ചിറോളിയിൽ കനത്ത സുരക്ഷയിൽ പോളിംഗ് ബൂത്തുകൾ സജ്ജം. വനത്തിനുള്ളിലെ പോളിംഗ് ബൂത്തുകളിലേക്ക് സായുധ സേനയുടെ സുരക്ഷയിലാണ് ഉദ്യോഗസ്ഥരെ എത്തിച്ചത്. 24 സംഘവും യാത്രയിലുണ്ടായിരുന്നു. ചാട്ടുകാവിൽ നിന്നാണ് EVM അടക്കം ഉപകരണങ്ങളുമായി വനത്തിനുള്ളിലെ ഗ്രാമങ്ങളിലേക്ക് ഉദ്യോഗസ്ഥർ കാൽനടയായി യാത്ര തുടങ്ങിയത്. മഹാരാഷ്ട്ര പോലീസിലെയും ആന്ധ്ര പോലീസിലെയും സായുധ സംഘത്തിന്റെ കരുതൽ ഒപ്പമുണ്ട്. 4 ബൂത്തുകളാണ് വനത്തിനുള്ളിൽ ഈ സംഘത്തിന് ഒരുക്കേണ്ടത്. യാത്രയുടെ കാഠിന്യം വിവരിച്ച് 24 സംഘവും ഒപ്പം. दौत्यम श्रमकरमेंगिलुम उद्योगस्थरुडे वाक्कुകളിൽ निश्चयदार्ढ्यम. नहीं, हमेशा हम ड्यूटी करते हैं. हम गढ़चिरोली जिले के प्रॉपर है और हमें आदत हो गई. हम हमेशा इलेक्शन ड्यूटी में जाते हैं. तो ये बैग पकड़ के जाना, पिठे लेके जाना हमको अच्छा लगता है और हम खुशी से जाते हैं. साथ में सिक्योरिटी रहती है, सभी अपनी अपनी रिस्पॉन्सिबिलिटी निभाते हैं, तो कुछ लगता नहीं है. 1891 ബൂത്തുകളാണ് ഗഡ്ചിറോളി മണ്ഡലത്തിൽ ആകെയുള്ളത്. ഇതിൽ 319 ബൂത്തുകൾ പ്രശ്നബാധിതം, 200 എണ്ണം ഹൈപ്പർ സെൻസിറ്റീവ്, അതിൽ 12 എണ്ണം അതീവ സുരക്ഷാ ഭീഷണിയുള്ളത്. 11,000 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. 30 കമ്പനി CRPFും ഒപ്പമുണ്ടാവും. രാവിലെ 7 മുതൽ വൈകിട്ട് 3 മണി വരെ മാത്രമാണ് ഗഡ്ചിറോളിയിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ പോളിംഗ് നടക്കുന്നത്. ഏതായാലും ഗഡ്ചിറോളി വനത്തിനകത്താണ് ഇപ്പോൾ 24 സംഘവും ഉള്ളത്. വരുൺ വി നായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മോക്ക് പോളിൽ BJPക്ക് അധിക വോട്ട് ലഭിച്ചെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന VVPAT സ്ലിപ്പാണ് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയത് എന്നാണ് വിശദീകരണം. സുപ്രീം കോടതിയെയും കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചു. ഇന്നലെ നടന്ന മോക്ക് പോളിംഗിൽ 10 വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ 11 VVPAT സ്ലിപ്പുകൾ ലഭിക്കുന്നുവെന്നും അധിക വോട്ട് BJP സ്ഥാനാർത്ഥി ML അശ്വിനിക്കാണ് പോകുന്നതെന്നും ആയിരുന്നു പരാതി. LDF, UDF സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരാണ് പരാതി ഉന്നയിച്ചത്. 4 മെഷീനുകളിലാണ് പ്രശ്നം കണ്ടെത്തിയത്. കൺട്രോൾ യൂണിറ്റിൽ 10 സ്ഥാനാർത്ഥികൾക്ക് 10 വോട്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ VVPATൽ വോട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുമ്പോൾ അവിടെ 11 പ്രിന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT സ്ലിപ്പുകളും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി. യന്ത്രങ്ങൾ സജ്ജമാക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന VVPAT സ്ലിപ്പാണ് പിന്നീട് നടന്ന മോക്ക് പോളിംഗിനിടെ പുറത്തുവന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. ഇത് കണക്കുകൂട്ടേണ്ടതില്ലെന്ന് സ്ലിപ്പിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നതായും വിശദീകരണം. ഇക്കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ അവിശ്വസിക്കേണ്ടതില്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ. ആ പരാതി നമ്മൾ അപ്പോൾ തന്നെ പരിശോധിച്ചു. നമ്മുടെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അവിടെ ഉണ്ടായിരുന്നു, ഈ ബെൽ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഈ കാൻഡിഡേറ്റ്സ് ഏജന്റുമാരെ നമ്മൾ അപ്പം തന്നെ ബോധ്യപ്പെടുത്തി ഇത് ഏതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതിൽ ഒരു സംശയമേ വേണ്ട. ഈ പ്രോസസ്സ് നമ്മൾ വളരെ ഇതെല്ലാം CCTV ക്യാമറയിലെ റെക്കോർഡിംഗ് ഉണ്ട്. കാര്യങ്ങൾ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയെന്നും പരാതിയില്ലെന്ന് അവർ എഴുതി ഒപ്പിട്ട് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. 24 കാസർഗോഡ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. കർണാടകയിലെ വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഹുബ്ബള്ളി BVB കോളേജിലാണ് ഈ സംഭവം. MCA വിദ്യാർത്ഥിനി നേഹയാണ് കൊല്ലപ്പെട്ടത്. സഹപാഠി ഫയാസ് പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ VVPAT രസീതുകളും എണ്ണണം എന്ന ആവശ്യം തള്ളി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിലാണ് നിലപാട് വ്യക്തമാക്കിയത്. വോട്ടിംഗ് മെഷീനുകളിൽ ഒരു തരത്തിലുള്ള അട്ടിമറിയും സാധ്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശപ്പെട്ടു. എല്ലാത്തിനെയും സംശയത്തോടെ നോക്കേണ്ടതില്ലെന്ന് പരാതിക്കാരോട് പറഞ്ഞ സുപ്രീം കോടതി ഹർജി വിധി പറയാനായി മാറ്റി.
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ രേഖപ്പെടുത്തുന്ന മുഴുവൻ വോട്ടുകളും വിവിപാറ്റ് രസീതുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ നൽകിയ ഹർജിയിൽ 2ാം ദിവസമാണ് സുപ്രീംകോടതി വാദം കേട്ടത്. തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടിംഗ് മെഷീനെപ്പറ്റി ഹർജിക്കാർ സംശയമുയർത്തുന്നത് ദുഷ്ടലാക്കോടെയാണെന്ന് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തി. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇത്തരം നീക്കങ്ങൾ ജനാധിപത്യത്തിന് നല്ലതല്ലെന്നും കേന്ദ്രം കോടതിയിൽ വാദിച്ചു. വിവിപാറ്റ് സംവിധാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ കോടതിയിൽ വിശദീകരിച്ചു. വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താനോ ഹാക്ക് ചെയ്യാനോ സാധ്യമല്ലെന്നും നിലവിൽ വിവിപാറ്റ് എണ്ണുന്ന രീതിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നുമാണ് കമ്മീഷന്റെ നിലപാട്. വാദം കേട്ട കോടതി എല്ലാ കാര്യങ്ങളെയും സംശയത്തോടെ കാണുന്നത് ശരിയല്ലെന്ന് ഹർജിക്കാരെ ഓർമ്മിപ്പിച്ചു. സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നും എല്ലാ കാര്യങ്ങളും ഹർജിക്കാരോട് വിശദീകരിക്കാനാകുമോ എന്നും കോടതി ചോദിച്ചു. തുടർന്ന് ഹർജി വിധി പറയാൻ മാറ്റുകയായിരുന്നു. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരാണ് ഹർജി പരിഗണിച്ചത്. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നേർക്കുനേർ. ബിജെപിക്കെതിരെ ആശയ പോരാട്ടം നടത്തുന്നുവെന്ന് പറയുന്ന പിണറായി വിജയൻ എപ്പോഴും തന്നെ മാത്രം വിമർശിക്കുന്നത് ആശ്ചര്യമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധി പൗരത്വ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ചോദ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. കേരളത്തിലെ പ്രചാരണ വേദികളിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുന്ന രാഹുൽ ഗാന്ധി സംസ്ഥാന സർക്കാരിനെക്കുറിച്ച് കാര്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാറില്ല. പൗരത്വ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് ചോദ്യം ചെയ്തതോടെ രാഹുലിന്റെ സ്വരം മാറി. 24 മണിക്കൂറും തന്നെ ആക്രമിക്കുന്ന പിണറായി വിജയൻ ബിജെപിക്കെതിരെ ഒന്നും പറയുന്നില്ല. രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മാത്രം ബിജെപി ഒന്നും ചെയ്യാത്തതെന്നും രാഹുൽ ഗാന്ധി. Why is his house not being taken away? Why is he not being interrogated by the ED, CBI and all these? 2 chief ministers are in jail. How come none of this is happening to the chief minister of Kerala? ലോകത്തുള്ള മുഴുവൻ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന രാഹുൽ ഗാന്ധി പൗരത്വ വിഷയത്തിൽ മാത്രം ഒന്നും പറയുന്നില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു. ഇത് ചൂണ്ടിക്കാട്ടുമ്പോൾ കോൺഗ്രസിന് പരാതിയാണ്. എന്നാൽ ചോദ്യത്തിന് ഉത്തരമില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ആ യാത്രയിൽ ലോകത്തും രാജ്യത്തുമുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്നു. ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. എന്തേ പ്രതികരണമില്ലാതിരുന്നത്? തെളിവുകളുണ്ടായിട്ടും കേരള മുഖ്യമന്ത്രിയെ ഇഡി അറസ്റ്റ് ചെയ്യാത്തത് CPIM BJP ധാരണ കൊണ്ടാണെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആരോപിച്ചു. CAA ആർട്ടിക്കിൾ 370 തുടങ്ങിയ വിഷയങ്ങളിൽ മോദിക്കെതിരായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷം മാത്രമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് മറുപടിയായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പിണറായി വിജയൻ വർഗീയവാദിയാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞത് വിവരമില്ലായ്മ കൊണ്ടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് 24. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർക്കെതിരെ കേസ്. 3 പേർക്കെതിരെയാണ് ഇന്ന് കേസെടുത്തത്. സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്നത് തെമ്മാടിത്തമാണെന്നും തിരുത്താൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. തേജസ് അരങ്ങാടത്തെന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ KK ശൈലജയ്ക്കെതിരെ മോശം പരാമർശനം നടത്തിയെന്ന CPIM പരാതിയിലാണ് കോൺഗ്രസ് നേതാവ് ഹരീഷ് നന്ദനത്തിനെതിരെ കേസെടുത്തത്. ഇയാൾ ബാലുശ്ശേരി പഞ്ചായത്ത് 7ാം വാർഡ് മെമ്പറാണ്. KK ശൈലജയുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്ന പരാതിയിൽ കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശി KM മിൻഹാജിനെതിരെ മട്ടന്നൂർ പോലീസും കേസെടുത്തു. ഗൾഫ് മലയാളിയായ മിൻഹാജ് ഫേസ്ബുക്ക് വഴി അപകീർത്തിപ്പെടുത്തുന്ന ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പരാതി. നൊച്ചാട് സ്വദേശി സൽമാൻ വാളൂരിനെതിരെ പേരാമ്പ്ര പോലീസും കേസെടുത്തു. LDF വടകര മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഇതുവരെ 4 UDF പ്രവർത്തകർക്കെതിരെയാണ് വിവിധയിടങ്ങളിലായി കേസെടുത്തത്. സൈബർ അധിക്ഷേപം ശുദ്ധ തെമ്മാടിത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതൊക്കെ ഒരു ശുദ്ധ തെമ്മാടിത്തല്ലേ? ഇത്തരം തെമ്മാടിത്തങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാകേണ്ടതുണ്ട്. LDF ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. വടകരയിൽ LDF വിജയം ഉറപ്പിച്ചതോടെയാണ് സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ നവമാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചാരണങ്ങളെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും വിമർശിച്ചു. 24 കോഴിക്കോട്. കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദിനെതിരെ വിദ്വേഷ പ്രസംഗത്തിന് കേസ്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലെ പരാമർശത്തിലാണ് കേസ്. ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ച കേസിലെ പ്രതി കോൺഗ്രസുകാരനാണെന്ന് H. സലാം MLA ആരോപിച്ചു. കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലായിരുന്നു കോൺഗ്രസ് നേതാവും AICC വക്താവുമായ ഷമാ മുഹമ്മദിന്റെ വിവാദ പരാമർശം. മതേതരത്വം ഉണ്ടാവൂല. ചിലപ്പം നമുക്ക് പറയാൻ പറ്റില്ല, പള്ളി
മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യാനി പള്ളിയായാലും അതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവില്ല. നമുക്കറിയാം ഇപ്പം എന്തെല്ലാം നടക്കുന്നത് ഉത്തരഭാരതത്തിൽ. ക്ഷമ തന്നെ എക്സിൽ പങ്കുവച്ച ഈ പ്രസംഗഭാഗം ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം സ്വദേശി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത്. തുടർന്ന് പരാതി കോഴിക്കോട് സിറ്റി പോലീസിലേക്ക് കൈമാറുകയും വിദ്വേഷ പ്രസംഗത്തിന് കേസെടുക്കുകയുമായിരുന്നു. മണിപ്പൂരിലെ കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും കേസെടുക്കാൻ പോലീസിന് തിടുക്കമാണെന്നും ഷമാ മുഹമ്മദ് കുറ്റപ്പെടുത്തി. എന്തിനാ കേസെടുത്തത് എൻ്റെ മേലെ? എന്താ അതിൽ ഞാൻ പറഞ്ഞത് തെറ്റ്? ഒരു മതത്തിൻ്റെ എതിരായിട്ട് സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ പള്ളി കത്തിച്ചിരിക്കാം. അതിൻ്റെ മേലെ ആരാ ഉത്തരവാദിത്തം എടുത്തത്? എനിക്കറിയണം. എന്ത് നടപടി എടുത്തത്? ആരാ ജയിലിൽ പോയത്? ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിന്റെ ബാനർ നശിപ്പിച്ചതിന് പിന്നിൽ ഗ്രൂപ്പ് വഴക്കെന്ന് H. സലാം MLA ആരോപിച്ചു. പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. CCTV എല്ലാം പരിശോധിച്ച് കണ്ടെത്തിയപ്പോഴാണ് നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു ക്രിമിനൽ സ്വഭാവം കൂടിയുള്ള കോൺഗ്രസ് പ്രവർത്തകനാണ് അത് കീറിയത്. ഷുക്കൂറിൻ്റെ ഏറ്റവും അടുത്ത അനുയായിയാണ് ഈ പറയപ്പെട്ട നിഹാർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ. അതേസമയം തിരുവനന്തപുരത്ത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേസെടുത്തതിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് പോലീസിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിൽ പരിമിതിയുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. അമ്പലപ്പുഴ MLA H. സലാമിനെ വെല്ലുവിളിച്ച് ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ. വ്യാജാരോപണം ഉന്നയിച്ചാൽ അടിച്ച് കർണക്കുറ്റി പൊട്ടിക്കുമെന്നായിരുന്നു പ്രകോപന പ്രസംഗം. എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാ സുരേന്ദ്രനോട് വേഷം കെട്ടുമായിട്ട് സലാം വന്നു വരുന്നത്. എന്താണ് കേസ്, കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും. പിന്നെ അടുത്തു വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇപ്പൊ ഉന്നയിച്ചതുപോലെ അടുത്തു വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് കളച്ച് മറിച്ച് അത്യധ്വാനം ചെയ്ത കരുത്തുള്ള കൈയാണ് അടിച്ച് കാരണക്കുട്ടി പൊളിക്കാൻ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. തീവ്രവാദികളുടെ പണം വാങ്ങി, കരിമണൽ കർത്തയുടെ പണം വാങ്ങി അത് മുൻ MP ആരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ MLA സലാമിന്. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കർണാടകയിൽ കോളേജ് വിദ്യാർത്ഥിനെ സഹപാഠി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഹുബ്ബള്ളി BVB കോളേജിലാണ് ഈ സംഭവം ഉണ്ടായത്. വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന്. അരുൺ, വിവരങ്ങൾ. ഉന്മേഷ്, ഹുബള്ളി VVB കോളേജിൽ ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. കോളേജ് കോമ്പൗണ്ടിനകത്ത് വെച്ച് തന്നെയാണ് ഈ കൊലപാതകം നടന്നത്. മുഖംമൂടി ധരിച്ചെത്തിയ പ്രതി യാതൊരു പ്രകോപനവുമില്ലാതെ ഈ പെൺകുട്ടിയെ, ഈ വിദ്യാർത്ഥിനിയെ കത്തി ഉപയോഗിച്ച് കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. MCA വിദ്യാർത്ഥിയായിട്ടുള്ള നേഹ ആണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതേ കോളേജിൽ ഫയാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രാഥമികമായി പോലീസ് പങ്കുവെക്കുന്ന വിവരമനുസരിച്ച് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ഈ കൊലപാതകമെന്നാണ് പോലീസ് പങ്കുവെക്കുന്ന വിവരം. എന്തായാലും കൂടുതൽ അന്വേഷണം ഇതിൽ പോലീസ് നടത്തി വരികയാണ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്ന്. റോഡ് ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ്. അതേസമയം മഴക്കെടുതിയിൽ മരണസംഖ്യ 4. ഫിലിപ്പീൻ സ്വദേശികളായ 3 പേരാണ് ഇന്ന് മരിച്ചത്. മഴയെ തുടർന്ന് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഉയർന്ന വെള്ളം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് UAE-ലെങ്ങും പുരോഗമിക്കുന്നത്. രാജ്യത്തെ മിക്ക റോഡുകളിലും മഴവെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ പലയിടത്തും ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. ദുബായ് എയർപോർട്ട് ടണൽ ഉൾപ്പെടെയുള്ള തുരങ്കപാതകളിൽ വെള്ളക്കെട്ട് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷാർജയിൽ വെള്ളക്കെട്ടിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. നിരവധി കെട്ടിടങ്ങളിൽ ഇപ്പോഴും വൈദ്യുതി മുടങ്ങിക്കിടക്കുകയാണ്. വെള്ളക്കെട്ട് ഒഴിവായ റോഡുകളിൽ അടിഞ്ഞുകൂടിയ ചളിയും മണലും നീക്കുന്ന ജോലികളും പുരോഗമിക്കുകയാണ്. മലയാളികളുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള വിവിധ ഇന്ത്യൻ കൂട്ടായ്മകളും വ്യക്തികളും സ്ഥാപനങ്ങളും UAE അധികൃതർക്കൊപ്പം ദുരിത മേഖലകളിൽ സഹായഹസ്തവുമായി സജീവമാണ്. വിവിധയിടങ്ങളിൽ ഭക്ഷണം ഉൾപ്പെടെ ഇവർ എത്തിച്ചു നൽകുകയാണ്. ഇപ്പം മലയാളീസിൻ്റെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു സന്നദ്ധ പ്രവർത്തനമാണ്. അതിലെല്ലാവരും ചേർന്നിട്ടുണ്ട്. എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ UAE-ൽ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഫ്രീ അക്കമഡേഷൻ എന്നതും ഫ്രീ ഫുഡ് എന്നുള്ളതും. ആയിരക്കണക്കിന് ആളുകൾക്ക്, അല്ലെങ്കിൽ അതിലൊക്കെ അപ്പുറം നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാവരും വോളണ്ടിയേഴ്സായിട്ട് ഇറങ്ങി എന്നുള്ളതാണ്.
എല്ലാ രാജ്യക്കാരും, എല്ലാ രാജ്യത്തെ ആളുകളും ഈ ഗ്രൂപ്പിലേക്ക് വരുന്നു. ഓരോ ഏരിയയിൽ അങ്ങനെ റിക്വയർമെൻറ്റ്സ് വരികയാണ്. ഇന്ന സ്ഥലത്ത് ഫുഡ് വേണം, ഇവിടെ 10 പേര് പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ ഒരാൾ പിന്നെ ഇവിടെ ഫ്ലഡഡ് ആയിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്നു, അയാൾക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾ പോവാണ്. ഈ 3 ടീമാണ് നമുക്കിതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ റിലീഫ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കാൻ മലയാളികൾക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു അഭിമാനമുള്ള കാര്യമാണ്. എല്ലാവർക്കും ഹൃദയം തുറന്ന ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളായ മുഴുവൻ പേർക്കും വ്യക്തിപരമായിട്ട് നന്ദി അറിയിക്കുകയാണ്. മഴ ഏറെ നാശം വിതച്ച ദുബായിലെയും വടക്കൻ എമിറേറ്റിലെയും ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർക്ക് സഹായം എത്തിക്കാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറും ഒരുക്കിയിട്ടുണ്ട്. 75 വർഷത്തിനിടെ പെയ്ത ഏറ്റവും ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മഴയെ തുടർന്ന് ഒരു മരണവും UAE റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 ദുബായ്. മഴ ശമിച്ചതോടെ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലെത്തിക്കാൻ ഊർജിത ശ്രമം നടക്കുന്നു. സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചു. റൺവേയിൽ നിന്നുൾപ്പെടെ വെള്ളം നീക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ദുബായ് എയർപോർട്ടിലേക്കും തിരിച്ചുമുള്ള 1244 വിമാനങ്ങളാണ് മഴയെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസത്തിനിടെ റദ്ദാക്കിയത്. നിരവധി വിമാനങ്ങൾ സമീപത്തെ വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും ചെയ്തു. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ടെർമിനൽ 1ലേക്കുള്ള വിമാന സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം എമിറേറ്റ്സ് എയർലൈൻസ് നിർത്തിവച്ചിരുന്ന ചെക്കിൻ നടപടികൾ പുനരാരംഭിച്ചു. എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങളുടെ ചെക്കിനാണ് ടെർമിനൽ 3-ൽ തുടങ്ങിയിരിക്കുന്നത്. ഫ്ലൈറ്റ് സ്റ്റാറ്റസ് കൃത്യമായി നോക്കിയ ശേഷം കൺഫേംഡ് ടിക്കറ്റുള്ള യാത്രക്കാർ മാത്രം എയർപോർട്ടിലേക്ക് വരണമെന്നാണ് യാത്രക്കാർക്ക് എമിറേറ്റ്സ് നൽകിയിട്ടുള്ള നിർദ്ദേശം. തിരക്കൊഴിവാക്കാനാണ് നടപടി. ദുബായിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾക്കും ഇന്നും തടസ്സം നേരിട്ടു. അതിനിടെ ഷാർജ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് രാവിലെ മുതൽ എയർ അറേബ്യ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിവേഗത്തിൽ എയർപോർട്ടുകളുടെ പ്രവർത്തനം സാധാരണ നിലയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു. 24 ദുബായ്. വയനാട് സുഗന്ധഗിരിയിലെ അനധികൃത മരം മുറിക്കലിൽ 3 ഉദ്യോഗസ്ഥർക്കെതിരായ നടപടി മരവിപ്പിച്ചു. DFO ഉൾപ്പെടെയുള്ളവരുടെ സസ്പെൻഷനാണ് മരവിപ്പിച്ചത്. ഇവരുടെ വിശദീകരണം കൂടി കേട്ട ശേഷം തുടർ നടപടിയെന്നാണ് തീരുമാനം. റേഞ്ച് ഓഫീസർ K നീതുവിന്റെ സസ്പെൻഷൻ തുടരും. സൗത്ത് വയനാട് DFO A ഷജന, ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M സജീവൻ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബീരാൻകുട്ടി എന്നിവർക്കെതിരായ നടപടിയാണ് മരവിപ്പിച്ചത്. വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മെമ്മോ നൽകി വിശദീകരണം തേടിയ ശേഷം നടപടി മതിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത്. കൽപ്പറ്റ റേഞ്ച് ഓഫീസർ K നീതുവിനെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ നടപടി മരവിപ്പിച്ചിട്ടില്ല. ജീവന ഭീഷണിയായ 20 മരങ്ങൾ മുറിക്കാനുള്ള അനുമതിയുടെ മറവിൽ 126 വൻമരങ്ങൾ മുറിച്ചു കടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തത്. DFO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്നാണ് വനം വിജിലൻസ് മേധാവി ഡോക്ടർ L ചന്ദ്രശേഖരന്റെ അന്വേഷണ റിപ്പോർട്ട്. സർക്കാരിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തര മലബാറിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. LDF കൺവീനർ EP ജയരാജന്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള വൈദേകം റിസോർട്ടിനെതിരെ അന്വേഷണം ആരംഭിച്ച് ED. വിവരങ്ങൾ ഹാജരാക്കാൻ പരാതിക്കാരനായ MR അജയന് ED നോട്ടീസ് അയച്ചു. വിദേശ നിക്ഷേപം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം നടന്നോ എന്നാണ് പരിശോധിക്കുന്നത്. വൈദേകം കേസിൽ മദ്യവേനൽ അവധി കഴിഞ്ഞ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നിരിക്കെയാണ് റിസോർട്ടിനെതിരെ ED അന്വേഷണം ആരംഭിച്ചത്. കേസിൽ കൈവശമുള്ള വിവരങ്ങൾ ഹാജരാക്കാൻ പരാതിക്കാരനായ MR അജയന് ഈ മാസം 12-ന് ED നോട്ടീസ് അയച്ചു. പരാതിക്കാരൻ ആരോപണമുന്നയിച്ച MC രമേശ് കുമാർ, പന്തണ്ടവട മുഹമ്മദ് അഷ്റഫ്, KP രമേശ് കുമാർ എന്നിവരുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാനാണ് നിർദ്ദേശം. പന്തണ്ടവട മുഹമ്മദ് അഷ്റഫ് എന്നയാൾ നടത്തിയ വിദേശ നിക്ഷേപത്തിലാണ് അന്വേഷണം നടക്കുന്നത്. വിദേശ നിക്ഷേപം സ്വീകരിച്ചതിൽ ഫെമ ചട്ടലംഘനം നടന്നോ എന്നാണ് പരിശോധിക്കുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ SG കവിത്കറിനാണ് കേസിന്റെ അന്വേഷണ ചുമതല. നേരത്തെ കണ്ണൂരിലെ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ലെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ലാത്തതിനാലാണ് റിസോർട്ടിനെതിരായ പരാതിയിൽ PMLA വകുപ്പ് പ്രകാരം കേസെടുക്കാത്തതെന്നും ED വ്യക്തമാക്കുകയുണ്ടായി. പിന്നാലെ ഇക്കാര്യം സത്യവാങ്മൂലമായി നൽകാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. കൊട്ടാരക്കരയെ ആവേശത്തിൽ ആറാടിച്ച് സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവ് മെഗാ ഷോ. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് സ്വയംവര സിൽക്സ് ഫ്ലവേഴ്സ് TVയുമായി കൈകോർത്ത് മെഗാ ഷോ സംഘടിപ്പിച്ചത്. അഭിനയ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ മല്ലിക സുകുമാരനെ ചടങ്ങിൽ ആദരിച്ചു. ആട്ടവും പാട്ടും മിമിക്രിയും സ്കിറ്റുമൊക്കെയായി കൊട്ടാരക്കര ആഘോഷ നിറവിലായി. സിനിമാ താരങ്ങളായ ജയറാം, മല്ലിക സുകുമാരൻ, രമേശ് പിഷാരടി, അഖിൽ മാരാർ,
24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ ആഘോഷരാവിന്റെ ഭാഗമായി. ചടങ്ങിൽ സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ മല്ലിക സുകുമാരന് ആദരം. ഫ്ലവേഴ്സ് ഉത്സവിൽ ശ്രീമതി മല്ലിക സുകുമാരന് ആദരവ് ജയറാമേട്ടിൽ നിന്ന്. വിവിധ കലാപ്രകടനങ്ങൾ അരങ്ങേറി. ആയിരക്കണക്കിന് പേരാണ് ഫ്ലവേഴ്സും സ്വയംവര സിൽക്സും ചേർന്ന് അണിയിച്ചൊരുക്കിയ മെഗാ ഷോ ആസ്വദിക്കാനെത്തിയത്. 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് കൊട്ടാരക്കരയിലെ സ്വയംവര സിൽക്സ് ഷോറൂം നവീകരിച്ചത്. പുതുക്കിയ ഷോറൂം ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 24 തിരുവനന്തപുരം. ഉയർന്ന സുരക്ഷ ഉറപ്പ് നൽകുന്ന അരീസോ വയേഴ്സ് അവതരിപ്പിച്ച് വി-ഗാർഡ്. ചൂടിനെ പ്രതിരോധിക്കുന്ന സീറോ ഹാലജൻ ലോ സ്മോക്ക് ഗുണമേന്മയുള്ള അത്യാധുനിക ഇ-ബീം സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് അരീസോ വയേഴ്സ് നിർമ്മിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട്, അഗ്നിബാധ തുടങ്ങിയ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. സുരക്ഷയുടെ കാര്യത്തിൽ വിപണിയിലെ അവസാന വാക്കായി അരീസോ വയേഴ്സ് മാറുമെന്ന് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ മിഥുൻ കെ ചിറ്റിലപ്പള്ളി അറിയിച്ചു. അരീസോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് ഇ-ബീം ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ വയറാണ്. ഈ വയറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 75% മോർ കറണ്ട്, അതായത് നമ്മൾ സാധാരണ റേറ്റഡ് കറണ്ടിനേക്കാളും 75% മോർ കറണ്ട് നമുക്ക് ഇതിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ ഹാവ് നോ പ്രോബ്ലം. ഇത് ഹീറ്റ് ആവില്ല, ഇത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഹീറ്റ് റെസിസ്റ്റൻസ് ലെവൽസ് ആർ മച്ച് ഹയർ. അതുകൂടാതെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ പല അതർ പ്രോപ്പർട്ടീസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സീറോ ഹാലോജൻ, ലോ സ്മോക്ക്, അതുപോലെ തന്നെ എൻവയൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വയറാണ്. മുഖപത്രമായ ജീവദീപ്തിയിലെ BJP അനുകൂല ലേഖനത്തിൽ വിശദീകരണവുമായി സഭയുടെ വരാപ്പുഴ അതിരൂപത. ലേഖന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് ജീവദീപ്തിയിലുള്ളത്. ഇത് ലത്തീൻ സഭയുടെ ഔദ്യോഗിക നിലപാടായി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ്. പ്രശ്നങ്ങളുടെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളോട് സമദൂര നിലപാടാണ് ലത്തീൻ സഭയ്ക്കെന്നും വരാപ്പുഴ അതിരൂപത വിശദീകരിച്ചു. തിരുവനന്തപുരത്ത് 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ രണ്ടാനച്ഛൻ പോലീസ് പിടിയിൽ. കുട്ടിയുടെ മാതാവിനെയും കസ്റ്റഡിയിലെടുത്തു. കുട്ടിയുടെ അടിവയറ്റിൽ ചട്ടകം വെച്ച് പൊള്ളിച്ചെന്നും പച്ചമുളക് തീറ്റിച്ചു എന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് രണ്ടാനച്ഛന് എതിരെയുള്ളത്. തിരുവനന്തപുരം ആറ്റുകാലിലാണ് സംഭവം. 6 മാസമായി 7 വയസ്സുകാരൻ ദുരിതമനുഭവിക്കുന്നതായി പരാതിയിൽ പറയുന്നു. രണ്ടാനച്ഛൻ അനു മദ്യലഹരിയിലെത്തി ചട്ടുകം ചൂടാക്കി കുട്ടിയുടെ അടിവയറ്റിൽ പൊള്ളലേൽപ്പിച്ചു. മുറിവിൽ മുളക് പുരട്ടി. നായയെ കെട്ടുന്ന ബെൽറ്റ് കൊണ്ട് അടിച്ചതായും പോലീസ്. കയ്യിലൊക്കെ ആരടിച്ചത് മക്കളെ? അച്ഛനാണ് അടിച്ചത്. ഇവിടെ അവർക്ക് മക്കള് മാമി കേക്കണെന്ന് പറ. ഇത് ആരടിച്ചത്? അടിച്ചതാ. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. കുട്ടിയെ അനു നിരന്തരം മർദ്ദിക്കുന്നത് കണ്ടിട്ടും മാതാവ് അഞ്ജന തടഞ്ഞില്ലെന്ന ആക്ഷേപമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ജനയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ പങ്ക് പോലീസ് പരിശോധിക്കുകയാണ്. തെളിവ് കിട്ടുന്ന മുറയ്ക്ക് അഞ്ജനയ്ക്കെതിരെയും കേസെടുക്കും. 24 തിരുവനന്തപുരം. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നിമിഷപ്രിയയെ കാണാൻ മാതാവ് പ്രേമകുമാരി ശനിയാഴ്ച പുറപ്പെടും. കൊച്ചിയിൽ നിന്ന് മുംബൈ വഴിയാണ് യാത്ര. മുംബൈയിൽ നിന്ന് യമനിലെ ഏദൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഫ്ലൈറ്റ്. സനയിലെ ജയിലിലാണ് നിമിഷപ്രിയ ഇപ്പോൾ കഴിയുന്നത്. ഇന്ത്യയുടെ നയതന്ത്ര നീക്കങ്ങൾ വിജയം കണ്ടു. ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ മലയാളി ജീവനക്കാരി ആൻ ടെസ ജോസഫ് നാട്ടിൽ തിരിച്ചെത്തി. മറ്റ് 16 പേരെയും ഉടൻ തിരികെ എത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രയേൽ ബന്ധമുള്ള MSC ഏരീസ് കപ്പലിലെ ഡക്ക് കേഡറ്റായ തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫാണ് സുരക്ഷിതയായി നാട്ടിലെത്തിയത്. ഉച്ചയോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ആൻ ടെസയെ കൊച്ചിൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. പിന്നീട് കോട്ടയം കൊടുങ്ങൂരിലെ വീട്ടിലേക്ക്. മോചനം വേഗത്തിൽ സാധ്യമായതിൽ എല്ലാവരോടും നന്ദിയെന്ന് ആൻ ടെസയുടെ പ്രതികരണം. സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് ഫോറിൻ അഫയേഴ്സിൽ നിന്ന് നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇത്ര പെട്ടെന്നൊരു റിലീസ് എനിക്കുണ്ടായത്. അത് 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 അവർ മാത്രമല്ല, ഞാൻ കാണാത്ത എനിക്കറിയാത്ത ഒരുപാട് പേര് ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അവരുടെ ഇന്ത്യക്കാരുടെ ആയാലും
മറ്റു രാജ്യക്കാരുടെ റിലീസിന് വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട് ഒരുപാട്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ 25 ജീവനക്കാരിൽ 17 ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ആൻ ഉൾപ്പെടെ കേരളത്തിൽ നിന്ന് 4 പേർ. കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ്, പാലക്കാട് സ്വദേശി സുമേഷ്, വയനാട് സ്വദേശി PV ധനേഷ് എന്നിവരാണ് മറ്റു മലയാളികൾ. എല്ലാവരും സുരക്ഷിതരാണെന്നും ഉടൻ തിരിച്ചെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 24 ഡൽഹി. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതം സിനിമയാക്കുമെന്ന പ്രഖ്യാപനത്തിന് എതിരെ കുടുംബം. ഇത്തരം ചർച്ചകൾ നിയമ നടപടികളെ ബാധിക്കുമെന്നാണ് കുടുംബത്തിന്റെ ആശങ്ക. അബ്ദുറഹീമിന്റെ ജീവിതം സിനിമയാക്കാനുള്ള ചർച്ചകൾ സജീവമായി പുരോഗമിക്കുകയാണ്. എന്നാൽ സിനിമയാക്കാൻ ഒരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി റിയാദിലെ റഹീം മോചന നിയമസഹായ സമിതി രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് കുടുംബത്തിന്റെ പ്രതികരണം. സിനിമയല്ല, റഹീമിന്റെ ജീവനാണ് വലുതെന്ന് റഹീമിന്റെ അമ്മാവൻ അബ്ബാസ്. റഹീം നാട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം ഭാവി പരിപാടികൾ സിനിമയായാലും എന്ത് തന്നെ ആയാലും വീട്ടിലെത്തി ഉമ്മയെ കണ്ടതിന് ശേഷം റഹീമിൻ്റെ സാന്നിധ്യത്തിൽ റഹീമിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് കുടുംബം അതിനൊരു തീരുമാനം പറയാൻ പറ്റുക. റഹീമിന്റെ ജീവിതം സിനിമയാക്കുന്നുവെന്ന വാർത്ത നിഷേധിച്ച് ബ്ലസ്സി രംഗത്തെത്തി. ഒരേ പ്രമേയത്തിലുള്ള സിനിമ ചെയ്യാൻ താല്പര്യമില്ല. ഈ ആടുജീവിതത്തിന്റെ തുടർച്ച പോലെ എനിക്കൊരു അതേ സ്റ്റോറി ചെയ്യുന്നതിനോട് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എന്നുവെച്ചാൽ ഒരുപാട് മടിയനായ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്ത പോലെ ഒരു സിനിമ വീണ്ടും ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും കാലമായിട്ട് 8 സിനിമയെ ചെയ്തിട്ടുണ്ട്. റഹീമിനായി ജാതിയോ മതമോ നോക്കാതെ കേരളം മാതൃകയായെന്ന് രാഹുൽ ഗാന്ധി. There is a case in Saudi Arabia. The entire state came together to give money to save the man's life. If a Keralite needed your protection, you did not ask what is his religion, what language does he speak. റഹീമിന്റെ മോചനത്തിനായുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ തെറ്റായ പ്രചാരണങ്ങൾ നടപടിക്രമങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നിയമസഹായ സമിതിയുടെ വിലയിരുത്തൽ. 24 കോഴിക്കോട്. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.